റൊണാൾഡോയുടെ ഈ ഇരുത്ത കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സഹിച്ചില്ല. റൊണാൾഡോ ആരാധകർക്ക് ഒരാൾക്ക് പോലും സഹിച്ച് കാണത്തില്ല. പക്ഷേ ഹേറ്റേഴ്സിനൊക്കെ നല്ല സന്തോഷം തോന്നിക്കാണും, മനസ്സിൽ കൊണ്ടൊക്കെ അവർ ചിരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത്രത്തോളം നിരാശനാവേണ്ട ആവശ്യമുണ്ടോ റൊണാൾഡോ ഈ ഒരു സാഹചര്യത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. കാരണം സൗദി പ്രോ ലീഗിന്റെ ആ ഒരു കിരീട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അൽ നസറിന്റെ കയ്യിൽ തന്നെയാണ്. അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൗദി പ്രോ ലീഗ് ചാമ്പ്യന്മാരാകാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത്രത്തോളം നിരാശനായി കാണപ്പെട്ടത്? എൻ്റെ ഒരു ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ആ കളി കൊണ്ട് കളഞ്ഞ രീതി. കാരണം ഒരു ഓൺ ഗോളിലൂടെയാണ് അൽ ഹിലാലിന് അവസാന സെക്കൻഡുകളിൽ നമ്മൾ ഡ്രോ വഴങ്ങുന്നത്. ലാസ്റ്റ് സെക്കൻഡാണ്. അപ്പം ഒരു ഓൺ ഗോൾ വഴി നമ്മൾ ഒരു വെറും വൃത്തിയായിട്ടൊരു ഗോളെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാം. ഇനീഗോ മാർട്ടീനസും ബെൻഡോ കൂടെ കൂട്ടിയിടിച്ചുകൊണ്ടാണ് ആ കയ്യുന്നത് ബോൾ വഴുതി അൽ നസറിന്റെ ഗോൾ വലയ്ക്കകത്തേക്ക് അത് പോകുന്നതും സമനിലയാകുന്നതും. അപ്പം ആ ഒരു ഡ്രോ വന്ന രീതി, കളി കൊണ്ട് കളഞ്ഞ രീതിയാണ് ഒന്നാമത്തെ കാര്യം നിരാശയ്ക്ക് കാരണമുണ്ടാക്കിയത് എനിക്ക് മനസ്സിലാക്കി. രണ്ടാമത്തെ നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽ നസറും അൽ ഹിലാലും തമ്മിൽ കളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോടെ രണ്ട് ടീമുകളും കളിക്കും. അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ റയലും ബാഴ്സയും തമ്മിൽ കളിക്കും നമ്മൾ പറയാറില്ല. അതുപോലെ ഒരു ക്ലാസിക്കോ തന്നെയാണ് സൗദി പ്രോ ലീഗിന്റെ ക്ലാസിക്കോ എന്ന് പറയാം നമുക്ക് അൽ ഹിലാൽ അൽ നസർ മത്സരങ്ങളെ. അപ്പം അവരുമായിട്ട് ജയിച്ചു നിന്നൊരു മത്സരം പെട്ടെന്ന് കൊണ്ട് കളഞ്ഞപ്പോൾ അതും ഒരു നിരാശ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഹോം ഗ്രൗണ്ടിലാണ് കളിച്ചത്. മാത്രമല്ല ലാസ്റ്റ് ഹോം ഗെയിം കൂടി ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാ ആരാധകരും എല്ലാ സെറ്റപ്പുകളും മാക്സിമം കളറാക്കി തന്നെയാണ് ഹോം ഗ്രൗണ്ടിലെല്ലാം സെറ്റ് ചെയ്തത്. കാരണം ചാമ്പ്യൻഷിപ്പ് ഉയർത്താൻ ഈ മത്സരം ജയിച്ചാൽ അത് ചാമ്പ്യന്മാരാകും. അപ്പം ഹോം ഗ്രൗണ്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം, പ്രത്യേകിച്ച് അൽ ഹിലാലിനെതിരെ സെലിബ്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റൊണാൾഡോയുടെ വൈഫ് ഉൾപ്പെടെ ഒരുപാട് സെലിബ്രിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. പോർച്ചുഗൽ കോച്ചായിട്ടുള്ള മാർട്ടീനസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയ രീതിയിലൊരു ഇവന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ അൽ ഹിലാലിനെ തോപ്പിച്ച് അവിടെ തന്നെ സൗദി പ്രോ ലീഗിന്റെ കിരീടം ആഘോഷം സ്വന്തം ആരാധകരുടെ മുമ്പിൽ നടത്താൻ വേണ്ടി കാത്തിരുന്ന റൊണാൾഡോയ്ക്കും കൂട്ടർക്കുമാണ് ഇന്നലെ ആ ഒരു അടി കിട്ടിയത്. സോ നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇതിന്റെ പിറകിലെ ഒരു കാരണമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയും. കാരണം 4 വർഷമായിട്ട് സീസൺ കിരീടമില്ല, പ്രോ ലീഗ് കിരീടങ്ങളില്ല, റൊണാൾഡോയ്ക്കില്ല, അൽ നസറിനില്ല. സോ അതിന്റെ ഒരു പ്രശ്നം മാറ്റുവാനായിട്ട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം റൊണാൾഡോ ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ റൊണാൾഡോയെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നീ ഇങ്ങനെ ലീഗ് അടിച്ച് പോകേണ്ട ഒരാളല്ല. അടുത്ത കളിയിൽ മേ ബി ഹാട്രിക് അടിച്ചേക്കാം റൊണാൾഡോ. ഒരു ഹാട്രിക് അടിച്ചുകൊണ്ട് സൗദി പ്രോ ലീഗ് കിരീടത്തിലേക്ക് റൊണാൾഡോ കയറുന്ന ആലോചിച്ച് നോക്കിയേ. ആ നിരാശകളെല്ലാം വലിയ സന്തോഷമായി മാറുന്ന ഒരു സമയം. ഫെയ്ത്ത് അത് എനിക്കുണ്ട്, അത് റൊണാൾഡോയ്ക്ക് ഉണ്ടോ എനിക്കറിയത്തില്ല. ഉണ്ടാവും, ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദൂരം വന്നത്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ എൻ്റെ മനസ്സ് പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്നോണം ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു അവസാന ലീഗ് മാച്ചിൽ ഗോൾ അടിച്ചുകൊണ്ട് സൗദി പ്രോ ലീഗിലെ ചാമ്പ്യന്മാരാക്കും അൽ നസർ. അതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ആ സമയത്ത് AFC എലൈറ്റ് ചാമ്പ്യൻഷിപ്പ് കയ്യിലുണ്ടാകും. ആ കപ്പടിച്ചതിന് ശേഷം വന്ന് സൗദി പ്രോ ലീഗ് അടിച്ച് അത് ആഘോഷിക്കുന്ന റൊണാൾഡോ അൽ നസറിനെ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് എൻ്റെ വാക്കാണ്, നിങ്ങൾ എഴുതി വെച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ട്രോൾ ചെയ്യാം. അത്രത്തോളം വിശ്വാസമുണ്ട് ഇത് അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോ?